നമ്മളിപ്പോ കുമരകം ഏരിയയിലൂടെയാണ് ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നെൽ വയലുകൾ ആയിരുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കും. പിന്നെ നല്ലൊരു സീസൺ വരുമ്പോൾ വീണ്ടും ഇവിടെ കൃഷി ഇറക്കും. അതിനെയാണ് കോൾപ്പാടങ്ങൾ എന്ന് പറയുന്നത്. ഈ കോൾപ്പാടത്തെ കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പോകുന്ന സമയത്ത് പുല്ലൂര് ഏരിയയിൽ ഒരു കോൾപ്പാട ശേഖരമുണ്ട്. അപ്പൊ അത് കണ്ട് ശീലമായിട്ടാണ് അതിനെ കുറിച്ച് ഞാൻ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് കുമരകം ഏരിയയുടെ ഭംഗി. പാടവും പറമ്പും തോടും പുഴയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത്. അങ്ങനെ പുതുപ്പള്ളിയിൽ കുറേയധികം കൊച്ചു പുഴകളും പാടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ചില വിഷ്വൽസ് ആണ്. കൊച്ചൊരു പുഴയാണോ തോടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കുമരകത്തേക്കുള്ള യാത്രക്കിടയിലാണ്. റോഡിന്റെ ഇരു സൈഡിലും നമുക്ക് നല്ല മരങ്ങളൊക്കെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് മോശമില്ല കേട്ടോ, അവിടെ ട്രാഫിക്കും ഇല്ല. പക്ഷെ മഴ കണ്ടിട്ട് കുറെ നാളുകളായി. നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട് പുറത്ത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുമരകത്തെ ചീപ്പിങ്ങൽ പുഴ ആ ഒരു ഏരിയയിലൂടെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ എന്താ പറയുക 100 മീറ്ററിലും നമുക്ക് ഓരോരോ ഹൗസ് ബോട്ടുകൾ കാണാൻ സാധിക്കും. ഈ ഒരു പ്രദേശത്ത് എല്ലാവരുടെയും തന്നെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ ഹൗസ് ബോട്ടുകൾ. വളരെ നോർമൽ ആയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് ഉള്ള ഹൗസ് ബോട്ടുകൾ തുടങ്ങി ലക്ഷറി കാറ്റഗറിയിൽ പെടുന്ന ഹൗസ് ബോട്ടുകൾ വരെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സുജിത് വർഗീസിന്റെ വീട്ടിൽ പോയപ്പോൾ സുജിത്തിന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കവർക്കും തന്നെ ഓരോ ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ തൊട്ട് വീടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു, അവരുടെ നെയ്ബേഴ്സിൽ തന്നെ 3-4 പേർക്ക് ഹൗസ് ബോട്ടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ഒരു നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്, പ്രത്യേകിച്ച് ഇവിടെയുള്ളവരുടെ ഒരു നല്ല വരുമാന മാർഗം കൂടിയാണ് ഹൗസ് ബോട്ടുകൾ.